കൗമാരകലയുടെ കേളീരവത്തിന് നാളെ അനന്തപുരിയിൽ തിരിതെളിയും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ 63ാമത് സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കവുമാകും. തലസ്ഥാനത്തെത്തുന്ന വിജയികൾക്കുള്ള സ്വർണ്ണ കപ്പിന് ഇന്ന് സ്വീകരണം നൽകും. മേളയ്ക്കുള്ള പ്രതിഭകൾ തലസ്ഥാനത്ത് എത്തിത്തുടങ്ങി. രശ്മി കാർത്തിക വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. രശ്മി, എന്തായാലും കലാപ്രതിഭാ സംഗമം തലസ്ഥാനത്ത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കമാവുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അനന്തപുരിയിൽ പൂർത്തിയായി കഴിഞ്ഞു. രശ്മിയുണ്ട് അവിടെ. വേദിയുടെ മുന്നിൽ തത്സമയ ദൃശ്യങ്ങളും അവിടുത്തെ ഇന്നത്തെ പരിപാടികളും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഇത് തെളിയിച്ച ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുക. രശ്മി, കലാപ്രതിഭാ സംഗമം നടക്കാനിരിക്കുകയാണ് തലസ്ഥാനത്ത്. ഇനി അറിയേണ്ടത് ഇന്നത്തെ ദിവസം അവിടെ എന്തൊക്കെയായിരിക്കും എന്നതാണ്. അനു, ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് നാളെ തിരിതെളിയുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. നാളെയാണ് കലാമാമാങ്കം ആരംഭിക്കുക. എനിക്ക് പിന്നിൽ കാണുന്നതാണ് പ്രധാന വേദി. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയം MD നിള എന്നുള്ളതാണ് ഈ ഒരു വേദിയുടെ ഒന്നാമത്തെ വേദിയുടെ പേര്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇന്ന് സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. ജില്ലാ അതിർത്തിയിലാണ് സ്വീകരണം നൽകുക. അതിനുശേഷമുള്ള പരിപാടി ഇന്ന് SMV സ്കൂളിൽ രജിസ്ട്രേഷൻ ഉണ്ട്. അത് 10:30-ക്കായിരിക്കും ആ ചടങ്ങ്. മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഇന്ന് കലവറയുടെ പാലുകാച്ചൽ ചടങ്ങ് കൂടിയുണ്ട്. അത് 10:30-ക്കാണ്. പുത്തിരിക്കണ്ടം മൈതാനിയിലാണ് ഇത് ചടങ്ങ്. അതോടൊപ്പം തന്നെ കലാപ്രതിഭകളൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. വളരെ കുറച്ചു സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 25 വേദികളാണ്, 249 ഇനങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. 15,000-ത്തിലധികം പ്രതിഭകളാണ്. ഏതാണ്ട് കൗമാരകലയുടെ പെരുങ്കളിയാട്ടത്തിന് അനന്തപുരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. കേരളത്തിലെ നദികളുടെ പേരുകളാണ് 25 വേദികൾക്കും നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒന്നാം വേദിയായ നിള MD നിള എന്നാണ് ഈ ഒന്നാം വേദി. പ്രധാന വേദിയുടെ പേര് തന്നെ. MDയുടെ ഓർമ്മകൾ തുടിക്കുന്ന ഇടമായി കൂടി ഇത് മാറുകയാണ്. ഏതായാലും മേളയുടെ ചരിത്രത്തിൽ ആദ്യമായി 5 ഗോത്ര നൃത്ത രൂപങ്ങൾ മത്സര ഇനങ്ങളായി വേദിയിൽ എത്തുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണ കപ്പ് കൂടി എത്തുകയാണ്. ജില്ലാ അതിർത്തിയിൽ സ്വർണ്ണ കപ്പിന് സ്വീകരണം നൽകും. അതിനുശേഷം ഇവിടേക്ക് പല സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇവിടേക്ക് ആ സ്വർണ്ണക്കപ്പ് എത്തുക. ആരാകും ആ സ്വർണ്ണക്കപ്പ് ഇത്തവണ നേടുന്നത് എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും കലാപ്രതിഭകളൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നാളെ ആ കലാമാമാങ്കത്തിന് തിരിതെളിയുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വേദികളൊക്കെ തന്നെ സജ്ജമാണ്. കലാപ്രതിഭകളും സജ്ജമാണ്. ഇന്ന് ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഈ സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് കലവറയുടെ പാലുകാച്ചൽ ചടങ്ങ്, മറ്റൊന്ന് ഇന്ന് രജിസ്ട്രേഷനും ആരംഭിക്കുകയാണ്. ഏതായാലും ആ കലാമാമാങ്കത്തിന് തലസ്ഥാനം ഏതാണ്ട് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അനു, രശ്മി, അതോടൊപ്പം തന്നെ ജനം TV സംഘം എത്രമേൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതുകൂടി പ്രേക്ഷകരെ അറിയിക്കണമല്ലോ. അതെ, തീർച്ചയായും ജനം TV പൂർണ്ണമായും സജ്ജമാണ്. എല്ലാ റിപ്പോർട്ടർമാരും വളരെ സജീവമായി തന്നെ ഈ ഒരു കലോത്സവം അവസാനിക്കുന്നത് വരെ, അതായത് ഈ 4-ാം തീയതി നാളെ ഇത് ആരംഭിച്ച് 8-ാം തീയതി അവസാനിക്കുന്നത് വരെ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും, തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ, കൊല്ലത്ത് നിന്ന് കൊല്ലത്തെ റിപ്പോർട്ടറായിട്ടുള്ള പ്രതിനിധിയൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. വളരെ സജീവമായി തന്നെ ജനം TV ഓരോ അപ്ഡേറ്റുകളും വളരെ വേഗത്തിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അല്പസമയത്തിനകം തന്നെ മറ്റ് റിപ്പോർട്ടർമാരും ഈ കലോത്സവത്തിന്റെ റിപ്പോർട്ടിങ്ങിലൊക്കെ ഉണ്ടാകും. നമ്മൾ പൂർണ്ണമായും സജ്ജമാണ്. മറ്റു ചാനലുകളെക്കാളൊക്കെ ഉപരി ആദ്യം തന്നെ എല്ലാ അപ്ഡേറ്റുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ ഈ ഒരു കലാപ്രതിഭകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി തലസ്ഥാനം പൂർണ്ണമായി സജ്ജമായിരിക്കുകയാണ്. എല്ലാ വേദികളും ഒരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വേദി MD നിളയിലാണ്. MD വാസുദേവൻ നായരുടെ ഓർമ്മ, ഏതായാലും MDയുടെ എല്ലാ ഓർമ്മകളും ഉള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഇത്. മറ്റു വേദികളും എല്ലാം പൂർണ്ണമായി സജ്ജമായിട്ടുണ്ട്. ഏതായാലും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നാളെയാണ് ഈ കലാമാമാങ്കത്തിന് തിരിതെളിയുക. ഏതായാലും പ്രതിഭകളെ ഒക്കെ സ്വീകരിക്കുന്നതിനും തലസ്ഥാനം പൂർണ്ണമായി സജ്ജമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അനു, ശരി രശ്മി.